Watch full episodes on Jio Hotstar. ശിവ, ഞാനാണ്. എന്താ ഇങ്ങനെയൊക്കെ? റിവ, ഒരുപാട് രാത്രിയായല്ലോ. നീ എന്താ ഈ സമയത്ത് ഇവിടെ? സ്കൂളിന്റെ ഹോംവർക്ക് എനിക്ക് കുറച്ച് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിക്കാനായിട്ട് ഇപ്പൊ വന്നത്. പക്ഷേ നീ എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എത്ര നേരം പുറകെ വന്ന് നിൽക്കുന്നത് നിനക്ക് അറിഞ്ഞില്ലല്ലോ. ഞാൻ സൈക്കിളിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നീ ടെറസിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ശിവ, നീ ജീനിയസ് ആണ്. ഒരു സ്പേസ്ഷിപ്പ് പോലെയാണല്ലോ നീ ഉണ്ടാക്കിയിരിക്കുന്നത്. വരൂ, നമുക്ക് ഇത് ആദ്യമേ യുഡിയേയും കാണിക്കാം. അവര് വീട്ടിൽ തന്നെയുണ്ട്. ഓഹോ, നമ്മുടെ നഗരത്തിൽ UFO ഇതെങ്ങനെ സംഭവിച്ചു? നോക്കട്ടെ, ഇത് എങ്ങോട്ടായി പോകുന്നതാണ്. ഇപ്പൊ തന്നെ ഞാൻ കണ്ടുപിടിക്കും. ശിവയെ കണ്ടില്ലല്ലോ. ഇവിടെ വന്ന് കാണാന്ന് ശിവ ഫോൺ പറഞ്ഞതാണല്ലോ. കണ്ട, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഏലിയൻസ് ഉണ്ടെന്ന്. ഇനി ആ UFO ലൈറ്റ് താഴേക്ക് വരും, എന്നിട്ട് നമ്മുടെ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോകും. എനിക്ക് പേടിയാണ്. എനിക്ക് ഏലിയൻസിന്റെ ഒപ്പം പോകണ്ട. എന്നെ രക്ഷയ്ക്ക്, എനിക്ക് ഏലിയൻസിന്റെ ഒപ്പം പോകണ്ട. ആരെങ്കിലും മതി രക്ഷയ്ക്ക്. ആദ്യോടി എനിക്കേറി അകത്തേക്ക് വന്നോളൂ. അതിന് നമ്മുടെ പേരും കൂടി അറിയാം. മമ്മി, അവരുടെ മിഷനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാം. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകാം. ഏതെങ്കിലും വഴിക്ക് ഓട്. ഞാൻ അന്നേ പറഞ്ഞ തടി വെക്കല്ലത് ഈ തടിയിൽ ഓടാനും പറ്റുന്നില്ല. ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങളെ രക്ഷയ്ക്ക്. ശിവ, ഇവിടെ ഒരു ഏലിയൻ വന്നിട്ടുണ്ട്. ശിവ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. ശിവ, അവർ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഹെൽപ്പ്, ഹെൽപ്പ്. ഏയ്, ഞാൻ ദേവിയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് UFO അല്ല, ശിവയുടെ സൈക്കിളാണ്. വാ, വേഗം മുകളിലേക്ക് വാ. ശിവ, നീ ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞോട്ടോ. ശിവ, എന്നാലും ഏലിയൻസ് ഉണ്ടെന്നുള്ളത് സത്യാണ്. ശിവ, അത് കണ്ടോ? നമ്മുടെ സ്കൂളിലെ ലാബിൽ ഇപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാള് നടന്നു പോകുന്ന പോലെ കാണുകയും ചെയ്തു. ഈ അർദ്ധരാത്രിയിലെ ലാബില് ആരായിരിക്കാം? അത് ശരിയാ, അവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. ഇത്രയും രാത്രി ഈ ലാബില് ആരായിരിക്കും? നമുക്കൊന്ന് പോയി നോക്കിയാലോ. വരൂ, എന്തെങ്കിലും കുഴപ്പം കാണും. ഓഹോ, ബാറ്ററി ലോ ആയി. കൂടുതൽ പവർ ആയിട്ടുള്ള ബാറ്ററി ഫിക്സ് ചെയ്താലേ ശരിയാവൂ. UFO ഷേപ്പിൽ ഓടിക്കാനായിട്ട് ഒരുപാട് പവറുള്ള ബാറ്ററി കൂടിയേ തരൂ. നമുക്ക് എന്തായാലും ഇത് ലാൻഡ് ചെയ്തിട്ട് നടന്നു പോയി എന്താണെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ സ്കൂളിലെ വാച്ച്മാനായിട്ട് സംസാരിച്ചു നോക്കട്ടെ. ഹലോ, രാംദീൻ കാക്ക. പറയൂ മോളെ. സ്കൂളിലുള്ള സയൻസ് ലാബില് ഈ അർദ്ധരാത്രിയിൽ എന്താ ലൈറ്റ് കത്തുന്നത്? ലാബിലെ ലൈറ്റ് തന്നെ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു മോളെ. ഓ, അങ്ങനെയാണോ രാംദീൻ കാക്ക? രാംദീൻ കാക്ക പറയാണ് അവിടുത്തെ ലൈറ്റ് കേടാണെന്ന്. അത് തന്നെ കത്തുകയും കെടുകയും ചെയ്യും അത്രേ. പക്ഷെ ഞാനൊരു ഷാഡോ കണ്ടത് ആളില്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അങ്കിൾ, എന്താണ് ഈ കാണിക്കുന്നത്? അയാള് മനഃപൂർവ്വം ചെയ്യാൻ നോക്കിയതാ. ശിവ, സൂക്ഷിക്കണേ ശിവ. നീ എവിടെയാണ് ഈ സമയത്ത് പോകുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടോ.
മര്യാദക്ക് വീട്ടിൽ പോ. ഞങ്ങൾ ആദ്യം സ്കൂളിലേക്ക് പോകും, പിന്നെയായിരിക്കും വീട്ടിലേക്ക് തിരിക്കുന്നത്. ശരി, അതിരിക്കട്ടെ. താൻ എന്തിനാ ഞങ്ങളോട് മുട്ടാൻ വന്നത്? എല്ലാ കുട്ടികളും രാത്രിയിൽ വീട്ടിൽ ഉറങ്ങാറല്ലേ പതിവ്? മര്യാദക്ക് വീട്ടിൽ പോടാ കുട്ടി, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ പിന്തുടരുന്നത്? അതാദ്യം പറ. ഇപ്പൊ മനസ്സിലാക്കി തരാം ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പുറകെ കൂടുന്നതെന്ന്. ഇടിയവനെ പിടിച്ചോ. ശിവ, ശിവ. ലഡു സിംഗ് സാറേ, നിങ്ങളിത് എന്ത് വേഷത്തിലാ വന്നിരിക്കുന്നത്? ശിവ, നിന്നെ കണ്ടത് വളരെ നന്നായി. നമ്മുടെ നഗരത്തിൽ UFO വന്നിട്ടുണ്ട്. അതിന്റെ പുറകെ പോയാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഒരുപാട് അന്വേഷണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലഡു സിംഗ് സാറേ, അത് എന്റെ സൈക്കിളിലായിരുന്നു. വരൂ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എന്റെ കുട്ടികളെ, ഞാൻ പറഞ്ഞതല്ലേ ലാബിലെ ലൈറ്റ് തന്നെ ഓണാവുകയും ഓഫ് ആവുകയും ചെയ്യണമെന്ന്. വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നി കാണും ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. സംശയമില്ല, ഞാൻ കണ്ടത് ഇവിടെ ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതെ. ഇവ എവിടെയാണ് മോനെ? ആഹാരം വിളമ്പി വെച്ചിരിക്ക. എപ്പോഴാ നീ വരുന്നേ? ഞാനിപ്പോ തന്നെ വരാം. ഇവിടെ ആരും ഇല്ലല്ലോ. ചിലപ്പോ വല്ല ഭ്രമം തോന്നിയതാവും. ശിവ, നീ വിഷമിക്കണ്ടെന്നേ. നമുക്ക് നാളെ പകല് വന്നിട്ട് ഇവിടെ മുഴുവൻ ചെക്ക് ചെയ്യാം. ബോസേ, ഞങ്ങൾ എത്തി. നിങ്ങൾ എവിടെയാ ഉള്ളത്? നിങ്ങളെയൊക്കെ ഒരു കാശിനും കൊള്ളത്തില്ല. ആ കൊച്ചു കുട്ടികളെ തടയാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് തടയാൻ നോക്കിയതാ ബോസേ. അവൻ കാണാനാണ് കുട്ടിയെ പോലെയുള്ളത്. പക്ഷെ എന്റെ ബോസേ, അവന്റെ ഒരു ഇടി കൊണ്ടാലുണ്ടല്ലോ നമ്മൾ ചതഞ്ഞ് അരഞ്ഞ് കോഞ്ഞാട്ടയായി പോകും ബോസേ. അഥവാ ഇനി ആളുകൾക്ക് മുഴുവൻ സംശയം തോന്നിയാൽ എന്റെ പ്ലാൻ മുഴുവൻ കോഞ്ഞാട്ടയാവും. നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. നിങ്ങളൊക്കെ ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടവരാണ്. ബോസേ, എന്റെ ഹിസ്റ്ററി ഭയങ്കര വീക്കാ. ജോഗ്രഫിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മതിയോ ബോസേ? ഇത് നിർത്തുന്നുണ്ടോ മണ്ട? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ പേര് പുരാണങ്ങളിൽ വേണം എഴുതി ചേർക്കാൻ. ഒരു കാര്യം, ഈ രൂപത്തിൽ എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോയിട്ട് വരാം കേട്ടോ. ഞാൻ ബാങ്കിന്റെ മേൽത്തട്ടിൽ ഒട്ടിയിരിക്കാം. എല്ലാവരും പോയതിനു ശേഷം നിങ്ങൾ അകത്തേക്ക് വരണം. ബാങ്ക് കൊള്ളയടിച്ച് പണം എടുക്കണം. അവിടെ വല്ല സീക്രട്ട് ഡോക്യുമെന്റ് കിട്ടിയാൽ അതും എടുത്തോണ്ട് വരാൻ മറക്കരുത്. യു ക്യാൻ ഡു എനിത്തിങ്. ആർക്കും യാതൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കണ്ടോ എന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. എനിക്ക് ഇയാളെ പോലെ ഒന്നും മണി പ്ലാന്റ് ആയി മാറണ്ട. വേണ്ട. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ബോസേ. ഞാൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായി മാറാൻ തയ്യാറാണ്. വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ. മണ്ണത്തരങ്ങളൊന്നും ഒപ്പിച്ചു വെക്കരുത്. പിന്നെ മാൻ പവർ നല്ലോണം യൂസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ശരി ബോസേ.
ഇവിടെ ആരുമില്ലല്ലോ, എല്ലാം നോർമൽ ആണല്ലോ. അല്ല, നേരത്തെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ടായല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. മണി പ്ലാന്റോ? ഇല്ലല്ലോ, അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാനിങ്ങോട്ട് കേറി വന്നപ്പോൾ കണ്ടതാ അത്. നിനക്ക് വലിയ സംശയം തോന്നി കാണും രവ. പുറത്ത് വല്ല മരത്തിന്റെ നിഴലായിരിക്കും അത്. മുകളിലത്തെ റൂഫിൽ എങ്ങനെയാ മണി പ്ലാന്റ് ഉണ്ടാവാ? എന്താ വേണ്ടത്? ശിവ എവിടെ? അവനെ ഇറക്കി വിട്. എടേ, നിങ്ങൾ എല്ലാവരും ചെന്ന് ആ ശിവയെ പിടിച്ചിറക്കിക്കൊണ്ടുവാ. എനിക്ക് വീണ്ടും തല്ലുകൊള്ളാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാ. ഞാൻ വേണമെങ്കിൽ ശിവയെ നിന്റെ കയ്യിലേൽപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് എന്റെ രാഗം എന്താണെന്ന് നീ കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ ശിവ നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയാണെന്ന് പറയാം. ശിവ, ഞാൻ ഉറപ്പ് പറയണ അവിടെ മണി പ്ലാന്റ് ഞാൻ കണ്ടതാ. ആ തട്ടുമുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, പിന്നെ നോക്കിയപ്പോൾ അത് കാണുന്നുമില്ല. അല്ല, ഇത് കേട്ടപ്പോഴാ എനിക്ക് എന്റെ ഗ്രാമത്തിൽ നടന്ന ഒരു കഥ ഓർമ്മ വന്നത്. ഞങ്ങള് ഗ്രാമത്തിലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോഴുണ്ടല്ലോ, എന്റെ ശരീരം മുഴുവനും ചെടികളിൽ പൊതിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും വിചാരം ഞാനൊരു ചെടിയായിരുന്നു. ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഞാൻ കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ എന്താ ചെയ്തത് പറയൂ? എന്തൊക്കെയായാലും ശരി, അത് ആരായാലും മണി പ്ലാന്റിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അതെ, അതാണ് സത്യം. അതായത് അവൻ മണി പ്ലാന്റ് ആയിട്ട് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാൻ മുകളിൽ കയറിയപ്പോ വിൻഡോയുടെ സൈഡില് ഒരു മണി പ്ലാന്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നീട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. മുത്തശ്ശി വീഡിയോ കോൾ വിളിച്ചിരുന്നില്ലേ ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു? അപ്പൊ ഞാൻ മണി പ്ലാന്റിന്റെ പുറകെ വശം തിരിഞ്ഞിരിക്കായിരുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് വീഡിയോ ചെക്ക് ചെയ്തോട്ടെ. ആ, ഇത് തന്നെയാ വീഡിയോ കോൾ. ആ, കണ്ടില്ലേ, ഇത് തന്നെയാ മണി പ്ലാന്റ്. ഇതിന്റെ കണ്ണു തുറന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ടെന്നല്ല അർത്ഥം. പക്ഷെ ഇതിന്റെ ശരീരം ഒന്നും കാണുന്നില്ലല്ലോ. മണി പ്ലാന്റിന്റെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. ചെക്ക് ചെയ്തേ പറ്റൂ. ഇന്ന് ഞായറാഴ്ച അല്ലേ, സ്കൂൾ അടച്ചിരിക്കായിരിക്കും. അവിടെ വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് എന്റെ റോബോട്ട് ബി ചെക്ക് ചെയ്യും. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. അത് കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് ഒരു കാർ പോകുന്നത്. അപ്പൊ രാത്രി ആരും ഇവിടെ വന്നിട്ടുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ട്. വരൂ, ആരാന്ന് പോയി നോക്കാം. ഞാൻ ആ ഫോർമുലയുടെ വളരെ അടുത്തെത്താറായി. ഞാൻ മറ്റുള്ളവരെയും മണി പ്ലാന്റ് ആക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ ഒരു ഗ്യാങ് തന്നെ നമുക്ക് ഫോം ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുന്നത് പോലെ മാത്രമേ നടക്കൂ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്കിൾ. നീ ഇങ്ങോട്ടും എത്തിയോ കുട്ടി? കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കണോ അവനെ?
ഹലോ കുട്ടി, നീ വലിയ ഫൈറ്ററൊക്കെ ആണല്ലോ. ഞങ്ങളെ ബോസിനെ ഒന്ന് തോപ്പിച്ച് കാണിക്ക് നോക്കട്ടെ. അതെ, ഇവന്റെ തല്ല് കൊള്ളാനുള്ള ശേഷി ഇനി എനിക്കില്ല. നമുക്കെല്ലാവർക്കും അങ്ങോട്ട് മാറി നിന്നാലോ? വരൂ. എന്റെ അഭിപ്രായത്തിൽ അത് ദാ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. അത് എന്റെ പുറകെ ഉണ്ടായിരുന്നത്. ചുറ്റിന് നോക്ക്, ചിലപ്പോ എവിടെയെങ്കിലും കാണും. ചുറ്റിന് നോക്ക്. ഒരു വശത്ത് മാത്രം നോക്കിയാ മതി, ഒരു വശത്ത്. അങ്കിൾ, ഇനിയെങ്കിലും തോൽവി സമ്മതിക്കാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടിക്കൊള്ളേണ്ടി വരും. എനിക്കത് അങ്ങ് തീരെ പിടിക്കില്ല. നിങ്ങൾ നല്ലൊരു ഇന്റലിജന്റ് ആളല്ലേ, നല്ലൊരു സയന്റിസ്റ്റും കൂടിയാണ്. അത് മാത്രല്ലാതെ നിങ്ങൾ ക്ലവറുമാണ്. അടികൊണ്ട് മതിയായില്ലേ ബോസേ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? അല്ലെങ്കിൽ വീണ്ടും കിട്ടും. ഓക്കെ ശിവ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഭട്ടാചാര്യ സർ, നിങ്ങളോ? ഞാൻ മണി പ്ലാന്റ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പൊട്ടിത്തെറിച്ചത് കൊണ്ട് എന്റെ രൂപത്തിൽ മാറ്റം സംഭവിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ രൂപം വെച്ച് നല്ലോണം മുതലെടുക്കാന്ന്. പക്ഷെ നീ വന്ന് എന്റെ പ്ലാൻ എല്ലാം കോളമാക്കി കളഞ്ഞു. തെറ്റായ ഒരു പണി ചെയ്താൽ തെറ്റായ റിസൾട്ടല്ലേ നമുക്ക് കിട്ടൂ. ഇൻസ്പെക്ടർ സാറേ, എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ. വേഗം ആവട്ടെ. You are under arrest. Thank you, Shiva. Thank you very much. അല്ല, ഈ സൈക്കിളിന് എന്താ പറ്റിയത്? അല്ല, ഈ ശിവയുടെ സൈക്കിളിന് എന്തോ പറ്റിയത്? ഇത് ആരുടെയോ കൺട്രോളിലാണ്. ഇത് ഇവിടുന്ന് ഒരുപാട് ദൂരം കൊണ്ടുപോവേണ്ടതുണ്ട്.
സന്തോഷായോ മോനെ? അതെ അച്ഛാ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു രസമില്ല അച്ഛാ, ഒരു കോമഡി ഇല്ലാത്തതുപോലെ. നല്ല തമാശ ഉണ്ടാവും, നോക്കിക്കോ. അല്ല ശിവ, നിന്റെ സൈക്കിളിൽ എന്താ സംഭവിച്ചേ? മനഃപൂർവ്വം എന്റെ സൈക്കിളിൽ ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ വിവരം ലഡു സിംഗ് സാറിനെ അറിയിക്കണം. ശിവ, നീ വിഷമിക്കണ്ട. ഇപ്പൊ നിന്റെ കേസ് എന്റെ കയ്യിലാണ്. നിനക്ക് അറിയാലോ, ഇൻസ്പെക്ടർ ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്റെ പോത്തെ സൈക്കിൾ വരുന്നത്. നിങ്ങൾ എന്താ ഈ സൈക്കിളിനെ കണ്ടിങ്ങനെ പേടിക്കുന്നത്? യുവർ സൈക്കിൾ ഇസ് അണ്ടർ അറസ്റ്റ്. ഞാൻ പോയി അതിനെടുത്തോണ്ട് വരാം. കണ്ടല്ലോ, ഒന്നും സംഭവിച്ചില്ല എനിക്ക്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പേടിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. രക്ഷിക്കണേ, 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 ആരെങ്കിലും രക്ഷിക്കണേ. ഈ സൈക്കിളിൽ എന്താ പറ്റിയത്? കിടന്നിങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ? രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കണേ, വേഗം വേഗം. കണ്ടോ, ഇപ്പൊ തമാശ കണ്ടില്ലേ മോനെ? സന്തോഷിക്കേ. അതെ അച്ഛാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനെന്താ വല്ല പത്രമാണോ എന്നിട്ടിങ്ങനെ ചുറ്റിക്കാൻ? എന്നെ വിട്. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല തല്ലുകൊള്ളും, മനസ്സിലായിക്കോ? ഞാൻ പറയുന്ന പോലെ തന്നെ മര്യാദക്ക് ഡാൻസ് ചെയ്യാൻ തുടങ്ങിക്കോ. സൈക്കിളിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ശിവ, ആ സ്മാർട്ട് ചെറുക്കനായിരിക്കും എന്തെങ്കിലും ഒപ്പിച്ചു കാണുന്ന ഞാൻ വിചാരിക്കുന്നത്. ഒരു ദിവസം അവനെ അവന്റെ ഡ്രൈവറിനെ നീ നല്ലോണം വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ബോക്സ്, എന്റെ ബോക്സ് തിരിച്ചതാ. എന്റെ ബോക്സ്, എന്റെ ബോക്സ്. ഞാനേ ഇതിലുള്ളത് കഴിച്ച ശേഷം നിനക്ക് ബോക്സ് തിരിച്ചു തരാം. സ്മോട്ടി, അവളുടെ ബോക്സ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. കൊടുത്തില്ലെങ്കിലോ നീ എന്നാ ചെയ്യും പറ? സ്മോട്ടി, നോക്ക്, എനിക്ക് വഴക്കിടാൻ ഒരു താല്പര്യമില്ല. മര്യാദയ്ക്ക് അത് തിരിച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അത് നല്ലതല്ല. കുട്ടി, മര്യാദക്ക് ക്ലാസ്സിൽ പോകാൻ നോക്ക്. മാർട്ടി ഒന്നും പറയരുത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. സ്മോട്ടി, ആ ബോക്സ് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞേ, അല്ലെങ്കിൽ സ്മാർട്ടി മോനെ, ക്ലാസ്സിൽ പോകേണ്ട സമയമായി. നീ വേഗം ക്ലാസ്സിൽ ചെല്ല്, അല്ലെങ്കിൽ പപ്പ ദേഷ്യപ്പെടും. പോകുന്ന മുമ്പ് ആ ബോക്സ് തിരിച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത് നടക്കുന്നത് നിനക്കായിരിക്കും. ആ ശരിയാ, ഇപ്പഴാ ഓർമ്മ വന്നത്. ഇത് അവന്റെ പണി തന്നെയായിരിക്കും. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. ഇത് സ്മാർട്ടിയുടെ വീടാ. നമുക്കൊന്ന് നോക്കാം അവനകത്ത് എന്താ ചെയ്യുന്നെന്ന്. ഇവിടെ കൂട്ടുകാരൊക്കെ ഡാൻസ് ചെയ്യണ കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയോ? അവന് സന്തോഷായെന്ന് ശിവ. അവനെ ഒരുപാട് ഡാൻസ് കളിപ്പിച്ച് എന്തായാലും അവന് മനസ്സ് സന്തോഷിക്കുന്ന വരെ ഏർപ്പാട് ചെയ്യും ശിവ. ഓ, എന്നാ ശരി കൂട്ടുകാരെ, എന്റെ റോബോട്ട് ബി അവരുടെ ശരീരത്തിന്റെ അകത്ത് ചെന്ന് അവന് ഇഷ്ടമുള്ളതുപോലെ അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. നമുക്കത് കണ്ടു രസിക്കാം.
നീ എന്തായി ചെയ്യുന്നേ? പെട്ടെന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നിർത്ത് നിർത്ത്. അച്ഛോ, ഇവർക്കൊക്കെ എന്താ സംഭവിച്ചേ? അല്ല അങ്കിൾ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് നിക്ക അവിടെ. സ്മാർട്ടിയുടെ അച്ഛനെ കൊണ്ട് ബ്രേക്ക് ഡാൻസ് ചെയ്യിക്കേ. അച്ഛാ, അയ്യോ, ഇതെന്തായി കാണിക്കുന്നേ? ഇതെന്താ എല്ലാരും ഇങ്ങനെ കാണാ? ഓ, ഈ ഡ്രസ്സിനകത്ത് എന്താ ഉണ്ട് മോനെ? വെറുതെ ഇങ്ങനെ ഡാൻസ് ചെയ്യിക്കുക. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ശിവ, ആ ശിവ അടുത്ത് ഇവിടെ ഇങ്ങനെ കാണോ അച്ഛോ? അവനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ചെല്ലേ, വേഗം ആ ശിവയെ കണ്ടുപിടിച്ച് നല്ലോണം കൊടുക്ക്. അവൻ ഭയങ്കര ഒച്ചിടുന്നവനല്ലേ? അവനെയും കൊണ്ടൊരു ഡാൻസ് ചെയ്യിപ്പിക്കുക. എന്താണെന്ന് അറിയില്ല, എന്നെന്തോ ചെയ്യുന്നു. നീ ഒരുപാട് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ നീ ഒരിക്കലും ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. സോറി സൈക്കിൾ, ഇന്ന് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ നീ എന്റെ സൈക്കിൾ അല്ല, നീ വേറെ ആരുടെ സൈക്കിളായി മാറി. നിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഫൈറ്റ് ചെയ്തേ മതിയാവൂ. കാരണം നിനക്കറിയാലോ, എന്നെ കുട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പേരെന്തായാലും കേട്ടു കാണുമല്ലോ അല്ലേ? ആ ശിവയെ തല്ലി ചതയ്ക്ക്. അവൻ ഇനി മേലെ സ്കൂളിന്റെ പടി പോലും ചവിട്ടരുത്. അപ്പൊ ഇതാണ് എല്ലാ മോശത്തിന്റെയും പേര്. ഇതിൽ വൈറസ് കേട്ടിട്ട് എന്റെ സൈക്കിളിനെ അവര് റോബോട്ടിക് സൈക്കിളായി മാറ്റിയിരിക്കുന്നു. ഇനി എന്റെ സൈക്കിൾ എന്റേത് മാത്രമായിരിക്കും. ഞാൻ ഇതിനെ വീണ്ടും റിപ്പയർ ചെയ്തെടുക്കും. ഹലോ സ്മാർട്ടി. പിന്നെ ആ സ്മാർട്ടിയുടെ അപ്പനെ. സ്മാർട്ടിയുടെ അച്ഛ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോലി ഒട്ടും ചേർന്ന ജോലിയല്ല. സ്മാർട്ടി എന്ത് പറഞ്ഞാലും നിങ്ങൾ അതനുസരിക്കുന്നത് അവന്റെ സ്വഭാവം തന്നെ ചീത്തയാക്കും. ലഡു സിംഗ് സർ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ അവിടെ എത്തിക്കാണെന്ന് തോന്നുന്നു. അച്ഛോ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച? ശിവ ഇപ്പൊ അച്ഛനെ കൂടെ തോപ്പിച്ചല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. താങ്ക് യു ലഡു സിംഗ് സാർ, എന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്റെ കൂടെ വരുന്നതിന്. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെ പോലെ ഒരു വലിയ സയന്റിസ്റ്റിനെ സഹായിക്കേണ്ടത് എന്റെ ഒരു കടമയല്ലേ സാറേ? എന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ? നമ്മുടെ കയ്യിലാണ് ടാർഗറ്റ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ബട്ടൺ അമർത്താൻ നോക്കുക. അതെ പേടറാം, വണ്ടി റോഡ് കൂടെ ഓടിക്കേ, അല്ലാതെ പറപ്പിക്കല്ല. എന്താ സാറേ, നമ്മളിപ്പോ പറക്കാണ്. നമ്മുടെ വണ്ടി ആരോ പൊക്കിക്കൊണ്ട് പോവാണ്. എന്ത്? നമ്മളെ പൊക്കിക്കൊണ്ട് പോവാണെന്നോ? അതെ, ഒന്ന് വണ്ടി നിർത്ത. വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? യെസ് ലഡു സിംഗ് സർ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? അതെ ലഡു സിംഗ് സർ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ തന്നെ വരാം. ഡ്രൈവർ, ആ ഹെലികോപ്റ്ററിൽ കാർ വലിച്ചോണ്ട് പോകുന്നില്ലേ? അതിൽ ലഡു സിംഗ് സാറുണ്ട്.
കുറച്ച് ഗുണ്ടകൾ സയന്റിസ്റ്റ് സക്സീനയുടെ ഒപ്പം ലഡു സിംഗ് സാറിനെയും കടത്തിക്കൊണ്ട് പോവുകയാണ്. എന്തായാലും ഞാൻ മുൻപിലോട്ട് ചെല്ലാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വരും. ഓക്കേ ശിവ. ഹലോ, നമസ്കാരം സാറേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഒന്ന് തന്നാ കൊള്ളാം. ഇല്ല ഇല്ല, ഞാൻ വരികയുമില്ല, എന്റെ ബാഗ് തരികയുമില്ല. അതെ, ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് അദ്ദേഹത്തെ തൊടാൻ പോലും കഴിയില്ല. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല. ലഡു സിംഗ് സാറേ, നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അത് പിന്നെ എന്റെ പ്രൊട്ടക്ഷൻ ആരാ നോക്ക സൈറ്റ് സാറേ. ഉരിയാടാതെ മേളിലേക്ക് കയറി പോടാ തടിയാ, അല്ലെങ്കിൽ നിന്റെ കാല് പിടിച്ച് താഴത്തേക്ക് ഇടും. മനസ്സിലായിക്കോ? ഹലോ സയന്റിസ്റ്റ്, മര്യാദയ്ക്ക് കയറി വാ. ഹലോ അങ്കിൾ, സക്സേന സാറിനെ മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുപോയി വിടുന്നതാണ് നല്ലത്. ആ, ഈ കുട്ടി എവിടെന്നായി എഴുന്നള്ളിയത്? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. അതെ, ആരെങ്കിലും രക്ഷിക്കണേ. ഈ വണ്ടി ഒന്ന് പിടിക്കണേ. ബ്ലൂ ടയർസ് ഓൺ. തൊലഞ്ഞു. ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ, അല്ലെങ്കിൽ നമ്മളെ താഴെ വീണ ചമ്മന്തിയാവും. ശിവ, നീ ഇതെവിടെയാണ്? ശിവ, ഞങ്ങളെ രക്ഷിച്ചു. ശിവ, ഞങ്ങളെ രക്ഷിച്ചു. താങ്ക് യു ശിവ, താങ്ക് യു. പക്ഷേ അവര് സയന്റിസ്റ്റിനെ കടത്തിക്കൊണ്ട് പോയല്ലോ. ഹലോ മിസ്റ്റർ സയന്റിസ്റ്റ് സക്സേന, നിങ്ങൾ നിങ്ങളുടെ ഫോർമുല കോഡ് വേർഡ്സിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? മര്യാദക്ക് ഡീകോഡ് ചെയ്യേ, എനിക്ക് വായിക്കണം. ഫോർമുലയോ? എന്തോന്ന് ഫോർമുല? അധികം എന്നോട് അഭിനയിക്കണ്ട, എനിക്കറിയാം. കൊറേ വെള്ളം ഒരു ക്യാപ്സൂളാക്കി മാറ്റാനുള്ള ഫോർമുല നിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്ക് തന്നേ പറ്റൂ. ഓ, ആ കാര്യം താനാ പറഞ്ഞു അല്ലേ? ഞാൻ ഈ ഫോർമുല ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും വെള്ളപ്പൊക്കം വന്നാൽ അവിടെയുള്ള വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിച്ച് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും അതെല്ലാം ഞാൻ ഈ ക്യാപ്സൂൾ പരുവത്തിലാക്കിയെടുക്കും. പക്ഷേ തനിക്ക് ഞാൻ ഒരിക്കലും ഫോർമുല തരില്ല. നീ ഇത് തെറ്റായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. ഞാൻ നല്ലതേ ചെയ്യൂ. ഞാനത് കോടി വിലക്ക് വിറ്റ് ഒരു കോടീശ്വരനായി മാറും. മര്യാദക്ക് ഫോർമുല ഡീകോഡ് ചെയ്യേ. ഒരിക്കലുമില്ല. എന്ത് സംഭവിച്ചാലും ഞാനിത് ഡീകോഡ് ചെയ്യില്ല. ലഡു സിംഗ് സാറേ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാൻ അദ്ദേഹത്തിന് അസിസ്റ്റന്റിനോട് ചോദിച്ചു, പക്ഷെ അയാൾ എന്നോട് പറഞ്ഞത് ആ സയന്റിസ്റ്റ് സാറ് അദ്ദേഹത്തിന്റെ പ്ലാൻ എപ്പോഴും ആരോടൊന്നും പറയാറില്ല എന്നാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അയാൾ പോകുന്നത് കണ്ടില്ലേ? അയാൾ എവിടേക്കാ പോകുന്നത് നമുക്ക് ഫോളോ ചെയ്യാം. അയാളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ട്. നമുക്കൊന്ന് പോയി ഫോളോ ചെയ്യാം. അത് കൊള്ളാം, മീൻ പിടിക്കാതിരിക്കാണല്ലോ. അവന്റെ ബോസിനെ കാണുന്നുമില്ല. ഇവനിപ്പോ മീൻ പിടിക്കുന്നോ? എന്തോ കുഴപ്പമുണ്ട് ശിവ. നമുക്കൊന്ന് പോയി ചോദിച്ചാലോ?
അവൻ നമ്മളെ മണ്ടനാക്കി കടന്നു കളഞ്ഞല്ല. പക്ഷേ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അല്ല, ഇയാൾ എവിടേക്കാ പോയിരിക്ക? അല്ല, ഇതെന്താ? ഇയാളുടെ കാലടയാളം ആ വാട്ടർഫാൾസിന്റെ അടുത്താണല്ലോ പോകുന്നത്. അല്ല, ഇയാൾ എങ്ങാനും ലഡുസിൻ സാറേ ഒന്ന് എന്റെ കൂടെ വരൂ. ഓ ഓ, മോളിലേക്ക് കേറണോ? അതെ, അവരെല്ലാവരും മുകളിലാ ഉള്ളത്. നെക്കിറാം, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നീ ഇവരുടെ കൂട്ടത്തിൽ കൂടിയെന്ന്. നീ ആയിരിക്കുമല്ലേ പറഞ്ഞത് ഞാൻ എങ്ങോട്ടാ പോണെന്നുള്ള കാര്യം? താനെന്തിനാണോ അയാളെ വെറുതെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പോൾ എല്ലാരും ഈ പണത്തിന് വേണ്ടിയല്ലേടോ പാടുപെട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇയാൾക്ക് കുറെ കാശ് കൊടുത്ത് എന്റെ കയ്യിലേക്ക് ആക്കി. അതുകൊണ്ട് ഇപ്പൊ താൻ ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതെന്താ വീണ്ടും കേറണോ? എല്ലാവരും സൂക്ഷിച്ചു വേഗം കേറ്. അവിടെ ചെന്ന് നോക്കണം ആ ശബ്ദം എവിടുന്നാ വന്നതെന്ന്. കേട്ടോ സയന്റിസ്റ്റ്, താനിപ്പോ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ട് ഞാൻ ആ ഡീകോഡ് ചെയ്യിക്കും. മനസ്സിലായോ? ഇപ്പൊ തന്നെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല കേട്ടോ. ബൈ ബൈ. നിർത്ത് നിർത്ത്, ഞാൻ പറയാം, ഞാൻ പറഞ്ഞു തരാം. എന്നെ കെട്ടഴിച്ച് വിട്, ഇപ്പൊ തന്നെ പറയാം. നോക്കേ, കുറച്ചു നേരത്തിനുള്ളിൽ ഈ ഫോർമുല ഡീകോഡായി മാറും. ഇനി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പാർട്ട്നേഴ്സിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും. എന്തായാലും നന്നായി. ഇനി ഞാനൊരു കോടീശ്വരനായി മാറുമല്ലോ. ഇല്ല അങ്കിൾ, നിങ്ങൾ ഒരിക്കലും കോടീശ്വരനാവില്ല. ഈ കുട്ടി എവിടുന്ന വന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആണോ? വേഗം ഒരു പാഠം പഠിപ്പിക്കണേ. ഡ്രമ്മിനകത്ത് ഒളിഞ്ഞ് നടക്കല്ലേ? ഞാൻ തരുന്നുണ്ട്. ഇനി ഇത് ഇപ്പൊ തന്നെ ഡീകോഡായി മാറും. എന്നെ അഴിച്ചുവിട്, എന്നെ അഴിച്ചുവിട്. അത് വേഗം നിർത്തലാക്കൂ. ആ ഡീകോഡ് സംഭവിക്കാൻ പാടില്ല. ഞാൻ നിന്നെ തൊടിയില്ല. നിക്കണവിടെ. പാടില്ല പാടില്ല. എന്റെ പ്ലാൻ എല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ കുട്ടി? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്തോന്ന് കണ്ടോളാം. നീ എന്നോടൊപ്പം ജയിലിലേക്ക് വന്നേ വരാൻ. താങ്ക് യു ശിവ, വലിയൊരു ആപത്ത് സംഭവിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വെൽക്കം സയന്റിസ്റ്റ് അങ്കിൾ, ഇത് എന്റെ കടമയാണ്. ലഡുസിംഗ് സാറേ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? നമ്മുടെ കമ്മീഷണർ സാറ് എന്നോട് ഈ നോ എൻട്രി ബോർഡ് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ശിവ. കാരണം ഇതിനകത്ത് ആര് പോന്നോ അവര് തിരിച്ചു വരുന്നില്ല അത്രേ. എവിടേക്കാണോ മായമായി പോകുന്നത്? എന്റെ സാറേ, ഞാൻ പറയാം എവിടെയാ പോകുന്നതെന്ന്. ഒരു അപകടം പിടിച്ച കടൽ ജീവിയുടെ വയറ്റിലേക്കാ പോകുന്നത്. ആ ശരിയാ. ഇവിടെ സീ ക്രിയേച്ചേഴ്സ് എവിടെയുള്ളത്? കേവ് ഒഴിഞ്ഞു കിടക്കാണല്ലോ. അറിയില്ല. ഗുഹയിലേക്ക് ആര് പോയാലും തിരികെ വെള്ളവും കൊണ്ടേ വരൂ, കേട്ടല്ലോ.
ഗുഹയുടെ പുറകിലെ വലിയൊരു കടല. വെള്ളത്തിനൊപ്പം കടൽ ജീവികളും മുകളിലേക്ക് വരുമെന്നാ കേൾവി. വെള്ളത്തിലേക്ക് പോകുന്ന ആൾക്കാരെ കടൽ ജീവികൾ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരൂ, നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അതെ ശിവ, ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് അകത്ത് പോയി ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. വന്നേ. നിൽക്കൂ നിൽക്കൂ. ഐ, എല്ലാരും ഒന്ന് നിരന്ന് നിന്നേ, ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ ഈ ഫോട്ടോ എടുത്തത്? നിങ്ങളൊക്കെ അകത്തോട്ട് പോവല്ലേ, ഇനി തിരിച്ച് ജീവനോടെ വരുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമല്ലോ. എന്നാ പിന്നെ നമുക്കിപ്പോ അങ്ങോട്ട് പോണോ അതോ എന്താ? നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞില്ലേ. രേവ, ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടാക്കേണ്ടതായിരുന്നു. ശരിയാ ശിവ, എന്ത് രസാ കാണാൻ. എനിക്കെന്തോ വെള്ളം വരുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. അതെ ശിവ, വെള്ളം പുറകെയല്ലേ ഉള്ളത്. വെള്ളം വരുന്നതിന്റെ ഒച്ചയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എനിക്കിപ്പോ വിശന്നിട്ട് വയ്യ. നമുക്ക് എന്തേലും ഇവിടെ നിന്ന് കഴിച്ചാലോ? വന്നേ. വെള്ളം വരുന്നുണ്ട്, ഓടിക്കോ, വേഗം ഓടിക്കോ. എന്തായാലും ബാഗ് അവിടെ തന്നെ ഇരിക്കട്ടെ. വെള്ളം കൂടുതലായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാ ശിവ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം, അതാ നല്ലത്. ഓക്കേ ശിവ, നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സീ ക്രീച്ചേഴ്സ് വെള്ളം വന്നാ വരൂന്ന്. ഇപ്പൊ വെള്ളം വന്നു, ഇനി കടൽ ജീവികളും അതിനകത്ത് വരുവോ ശിവ? ഓഹോ, അതെ, നിങ്ങളിങ്ങനെ വെറുതെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. എന്റെ പുറകെ വന്നാ മതി. ആരോ എന്റെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട്. അതെ, എന്റെ കാല് കുടുങ്ങിന്നാ തോന്നുന്നേ. അവിടെ വെള്ളത്തിനകത്ത് ആരോ ഉണ്ട്. സീ ക്രീച്ചറാണ്. എന്റെ കാല് പിടിച്ച് വലിക്കാൻ നോക്കുകയായിരുന്നു. വേണ്ട വേണ്ട, എനിക്കിവിടെ പറ്റൂല. വരൂ. നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. വെള്ളത്തിന്റെ അകത്ത് അങ്ങനെ എന്താ ഉണ്ടാവാ? അതായത് വെള്ളത്തിനടിയിൽ വലിക്കാൻ പറ്റിയത്. എന്തായാലും എന്റെ ബാഗ് കൊണ്ടുവന്നേ പറ്റൂ. അതിലാണ് സൈക്കിൾ ഉള്ളത്. ബാഗ് ഇല്ലെങ്കിൽ ഒരു ജോലിയും നടക്കില്ല. ശിവ, വെള്ളം കുറച്ച് പറ്റിയ ശേഷം ബാഗ് എടുക്കാൻ പോയാൽ മതി. എനിക്കാണെങ്കിൽ വിശപ്പ് കൂടുകയും ചെയ്തു. എനിക്ക് പേടി കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിശപ്പും കൂടുകയും ചെയ്യും. എന്താ ചെയ്യാ? ഞങ്ങൾ അങ്ങനെ ഗ്രാമത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ ഒഴുകുന്ന വെള്ളത്തിലുണ്ടല്ല, തുണി ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ രണ്ടു വശവും പിടിച്ച് താഴോട്ട് മുക്കും. അപ്പൊ അതില് മീൻ കുടുങ്ങുകയും ചെയ്യും. ഇവിടെ വലിയ തുണിയില്ല, പക്ഷേ ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പിടിക്കാൻ ചെയ്യാം. ഇത് കടൽ വെള്ളമല്ലേ, തീർച്ചയായിട്ടും മീൻ വരാതിരിക്കില്ല. ഷർട്ട് വലുത് വേണമല്ലേ? ആ ഒരു ഐഡിയ. ലഡു സിംഗ് സാറിന്റെ ഷർട്ട് വലുതാണല്ലോ. ലഡു സിംഗ് സാറേ, ആ ഷർട്ട് ഒന്ന് തരുമോ? ഇല്ല, ഞാൻ എന്റെ ഷർട്ട് തരില്ല കേട്ടാ. നോ. ലഡു സിംഗ് സാറെ ഷർട്ട് താ. അതെ, ഗുഡ് ഐഡിയ. നിങ്ങൾ ഇവിടുത്തെ മരങ്ങളെ മുറിച്ച് കുറച്ച് വിറകുകൾ സംഘടിപ്പിക്കാൻ നോക്ക്. ഞാൻ 2 കല്ലെടുത്ത് ഒരച്ച് തീ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് എന്റെ കമാൻഡോ ട്രെയിനിങ് പ്രയോജനപ്പെടും. യെസ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കഴിക്കാൻ നോക്ക്. ഞാൻ പോയി എന്റെ ബാഗ് എടുത്തോണ്ട് വരട്ടെ. ഇവിടെ നിന്നും ആരും അനങ്ങണ്ട. അവിടെ ഇരുന്ന് കഴിച്ചോളൂ.
ഹലോ, നമ്മുടെ ഈ രഹസ്യം പുറത്തു പോയെന്നാ തോന്നുന്നേ. ആ ചെറുക്കനെന്നെ കണ്ടു വെച്ചിരിക്കുക. വേഗം വരൂ. ബൈ ബൈ. വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പേടിപ്പിക്കുന്ന ക്രീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. ചില ഗുണ്ടകളാണ് ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ പേടിപ്പിക്കുന്നത്. എനിക്കിത് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. വന്നേ. അവരെയൊക്കെ കൊന്നു കളഞ്ഞേക്ക്. ഒരൊറ്റ എണ്ണം രക്ഷപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് മുഴുവൻ ലീക്ക് ഔട്ട് ആയി പോകും. ഈ മുഖം എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഇയാളാണ് നമ്മുടെ ഫോട്ടോ എടുത്തത്. ഭയങ്കര ബുദ്ധിശാലിയ. ഇന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി പറഞ്ഞേ, നിങ്ങൾ ഈ വെള്ളത്തേനെ പുറത്തേക്ക് വന്നത് ഇതിനകത്ത് വരുന്ന ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യം എന്താണ്? പറ. എന്റെ ഇൻസ്പെക്ടർ സാറേ, ഞങ്ങളൊക്കെ സീ ഫയേഴ്സാ. അതിനകത്തേക്ക് ആരും വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം ഞങ്ങളുടെ ആയുധങ്ങളും മോഷ്ടിക്കുന്ന സാധനങ്ങളും ഞങ്ങൾ അതിനകത്താ വെച്ചിരിക്കുന്നേ. ആരെങ്കിലും അകത്തേക്ക് കിടക്കുമ്പോൾ അവിടെയുള്ള സീക്രട്ട് ഡോർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിടും. അങ്ങനെ ഇതിന്റെ അകത്തോട്ട് വെള്ളം വരും. പിന്നെ വെള്ളത്തിന്റെ അകത്തോട്ട് പോയിട്ട് അവന്റെ കാല് പിടിച്ച് വലിക്കും. അങ്ങനെ പേടിപ്പിക്കും. ശരി, എന്നാ ഇത് പറഞ്ഞേ, നിങ്ങളിൽ ആരാണ് എന്റെ കാല് പിടിച്ച് വലിച്ചത്? എന്നാ ശരി, നിങ്ങളെയൊക്കെ ഞാൻ ജയിലിനകത്ത് ഇട്ടിട്ട് ഒന്ന് ശരിക്കും പെരുമാറിക്കോളാം. ഈ നോ എൻട്രി ബോർഡ് എടുത്ത് കളയാൻ വേഗം. ഇനി ഇവിടെ എൻട്രി തന്നെ എൻട്രി. ഇനി ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടാകും. എനിക്ക് എന്റെ പ്രമോഷനും കിട്ടും. നമ്മുടെ പ്രിയപ്പെട്ട മേയറെ കാണാനില്ല. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. കിഡ്നാപ്പ് ചെയ്തവരെ കണ്ടുപിടിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇത് കേൾക്കൂ. ഞാനാണ് മേയറെ കടത്തിക്കൊണ്ടുപോയത്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് 50,000 കോടി രൂപ ആവശ്യമുണ്ട്. മര്യാദയ്ക്ക് എനിക്ക് 50,000 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ മേയർ ഇവിടുന്ന് പോയെന്ന് തന്നെ വിചാരിച്ചോ. വിശ്വാസമില്ലെങ്കിൽ മേയറുടെ അവസ്ഥ നേരിട്ട് തന്നെ കണ്ടോളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ദയവ് ചെയ്ത് പണം കൊടുക്കരുത്.
ഇത് സർക്കാരിന്റെ പണമാണ്. വേദ നഗരത്തിലെ ഓരോരുത്തരുടെയും പണമാണ്. ഇങ്ങനെയുള്ളവർക്ക് 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. ഓ, ഇനി ആ ലഡ്ഡു സിംഗ് ഇങ്ങോട്ട് വരും ശിവയും പിടിച്ചോണ്ട് പോവാൻ. ഓ ഭീം സിംഗ്, ആ ലഡ്ഡു സിംഗ് ഇങ്ങോട്ട് പരിസരത്ത് വരുന്നുണ്ടോ നോക്കാം. മേയറിനെ കാണുന്നില്ല എന്നൊക്കെ ന്യൂസ് വന്നു. ഇനി ഇങ്ങോട്ട് എഴുന്നള്ളി വരും ശിവയെ വിളിച്ചോണ്ട് പോകാനായിട്ട്. ശിവ ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു പണിയും സ്വയം ചെയ്യാൻ അറിയില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാന്. 4 വഴിക്കും ശ്രദ്ധിച്ചോളണം വരുന്നുണ്ടോന്ന്. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുവാ? അല്ല, ഇത്രയും നേരം നീ കിച്ചണിലായിരുന്നില്ലേ? ഇതിനകത്ത് എന്റെ വേഷത്തിൽ ലഡ്ഡു സിംഗ് സാറാണ്. നമ്മുടെ ശിവനെ കാണാൻ വന്നിരിക്കുക. ശിവ മുറിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞതും ലഡ്ഡു സിംഗ് സാർ അപ്പം തന്നെ ശിവനെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പോയിക്കോളൂ. ലഡ്ഡു സിംഗ് പ്രത്യേകം ഉണ്ടാക്കിയ ലഡ്ഡു, അതായത് എന്റെ പ്രിയ മുത്തശ്ശിക്കായിട്ട്. കൊള്ളാലോ ഇത്. എന്തിനാ ചിരിക്കുന്നേ? അല്ല, ശിവ എവിടെയാണെന്ന് പറയൂ. ശിവ ലഡ്ഡു സിംഗുമായി പുറത്തേക്ക് പോയി, അറിയോ? നീ ഇരിക്ക്, നിനക്ക് ലഡ്ഡു രാഗം ഞാൻ പാടിത്തരാം. മേയറെ കടത്തിക്കൊണ്ടു പോയത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് 50,000 കോടി രൂപ ആവശ്യമുണ്ട്. നീ ശ്രദ്ധിച്ചോ ശിവ? ബാക്ക്ഗ്രൗണ്ടിലെ റെയിൽവേയുടെ എഞ്ചിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് എവിടെയോ ആണ് ഇയാളുടെ സ്ഥലമെന്ന്. റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്തൊരു പഴയ ചെറിയ ബംഗ്ലാവുണ്ട്. അതിനകത്ത് ആരും താമസിക്കുന്നില്ല. ചിലപ്പോ അവിടെ ആയിരിക്കും. ശരി ലഡ്ഡു സിംഗ് സാറേ, നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. പിന്നെ വേഗം പോകാം. എന്തിനാ താമസിക്കുന്നേ? നമ്മള് വളരെയധികം സൂക്ഷിക്കണം. നമ്മളോട് പൈസ ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ അവിടെ വരാനുള്ള അടവുകൾ ഒപ്പിക്കുകയാണ്. കുറെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കൊള്ളാലോ. ഇവന്മാർക്ക് ഇവിടെ എന്താ പണി? ഞാൻ ഇപ്പൊ ഓടിക്കാം ഇവിടുന്ന്. എന്തിനാ ഇങ്ങോട്ട് വന്ന കുട്ടികളെ? പോയിക്കോ, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, പോയിക്കോളെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നിന്റെ പേരെന്താന്ന് പറ. ശിവ. ശിവ എന്നാണ് എന്റെ പേര്. വേഗം ചെന്ന കുട്ടികളെ പിടിക്കേ, അവരെ വിടാനേ പാടില്ല. കുട്ടികളെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എവിടേക്കാ പോണ? ലഡ്ഡു സിംഗേ, എന്നെ പിടിക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് വന്നു അല്ലേ നിങ്ങൾ? നിങ്ങളുടെ വിചാരം എന്താ? ശിവ വന്ന് എന്നെ പിടിക്കുമെന്നല്ലേ? ഇങ്ങനെ ചെയ്തത് കൊണ്ട് 100 കോടി രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ. പെട്ടെന്ന് കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ മേയറുടെ കഥ ഞാൻ കഴിക്കും. നേരിട്ട് കണ്ടോ മേയറുടെ അവസ്ഥ എന്താണെന്ന്. ശിവ, നേരിട്ട് വേണമെങ്കിൽ മേയറെ കണ്ടോ. നിഴല് ഈ ഭാഗത്താണ് പോകുന്നത്. അവിടെ താഴെയാണെങ്കിൽ മാസ്കും കിടപ്പുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന്. ആരാണ് ശിവ? ആരാണത്? സമയം വരുമ്പോ ഞാനത് പറയാം. കാരണം എന്റെ സംശയം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണമല്ലോ. ലഡ്ഡു സിംഗേ, വീണ്ടും കുട്ടികളായിട്ട് വന്നു അല്ലേ? ഞാൻ തന്നെ വെറുതെ വിടൂല ലഡ്ഡു സിംഗേ. എപ്പോ നോക്കിയാലും കുട്ടികളെ കൊണ്ടല്ലേ തന്റെ നടപ്പ്. ഇങ്ങനെ ചെയ്തതിന് 150 കോടി രൂപ എനിക്ക് തരേണ്ടി വരും. അല്ലെങ്കിൽ മേയറെ ഞാൻ കൊന്നു കൊല വിളിക്കും. Yes, what can I do for you? സാറേ, മേയർ സാറിന് ഞങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയിൽ റോട്ടി കിടന്ന് കിട്ടി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെ, താങ്ക് യു, താങ്ക് യു. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ആ മുറിയുടെ അകത്തുണ്ട് സാറേ. വരൂ, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം.
എന്നെ പറ്റിക്കുകയാണ്. ശിവയെ വിളിക്കോ? വേണ്ട, എന്നെ തല്ലല്ലേ. നോക്കിയാലും അവനെ കൊണ്ടാണ് നടക്കണം അല്ലേ? ഇതിനാണോ നിങ്ങളെ കൊണ്ടുവന്നത്? അടുത്ത തവണ പണം നീ ഒറ്റയ്ക്ക് വേണം കൊണ്ടുവരുവാൻ. ശിവയെ എങ്ങാൻ കൂട്ടിക്കൊണ്ടുവന്നാൽ നിന്റെ കഥയെ അവസാനിപ്പിക്കും. ലഡു സിംഗ് സാറേ, ഇത്തവണ നമുക്ക് കുറെ ദൂരെ നിന്ന് വേണമെങ്കിൽ ഒളിഞ്ഞു നോക്കാം. വേണ്ട ശിവ, ഇത്തവണ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ഏത് സമയത്തും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നേ. അല്ല ലഡു സിംഗെ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? കഴിഞ്ഞ തവണ ഞാൻ മേസാറിനെ രക്ഷിക്കാൻ പോയപ്പോ അവിടെ ഗുണ്ടകളുമായിട്ടൊരു വലിയ ഫൈറ്റ് ചെയ്തുന്നേ. ഞാൻ അവന്മാരെ ശരിക്കിട്ട് തല്ലി. പക്ഷെ അവന്മാര് എന്നെ നന്നായിട്ട് പെരുമാറി. ലഡു സിംഗ്, ഇത്തവണ നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുക്കുക. ഫൈറ്റ് ചെയ്യാൻ പാടില്ല, കേട്ടല്ലോ? മേയറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട 150 രൂപ കൊണ്ടുവരാം. പറഞ്ഞോളൂ, എങ്ങോട്ടാ വരേണ്ടത്? എന്താ? ഞാൻ ചോദിച്ചത് അത്രയും അല്ലല്ലോ. ഞാൻ 150 രൂപയല്ല, 150 കോടി രൂപയാ ഞാൻ ചോദിച്ചേ. സോറി, ടെൻഷൻ വന്നാ പിന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നേ. ഞാൻ ഇപ്പൊ തന്നെ 150 കോടി രൂപ കൊണ്ടുവരാം. അതെ. ഇല്ല, ശിവേനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരില്ല. ഒരിക്കലും ഇല്ലെന്നേ. ഓക്കെ, താങ്ക് യു. എവിടെയാ ഉള്ളത്? ഞാൻ പൈസ എടുത്തോണ്ട് വന്നിരിക്കുക. കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. ആ പണമെങ്ങ് താടോ. മേയർ സാർ എവിടെ? ഞാൻ പുഴയുടെ അക്കരെ എത്തുമ്പോ മേയർ സാറ് ഇക്കരെ എത്തിക്കോളും. അയാള് ഭയങ്കര സൂത്രശാലിയാണ്. കുട്ടി, നീ ഇവിടെയും വന്നോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഹലോ, കൺട്രോൾ ടവർ. ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ കേബിൾ കാറിന് തിരിച്ച് ഇക്കരയ്ക്ക് ഓടിച്ചോണ്ട് വന്നേ. ഓക്കെ ഇൻസ്പെക്ടർ സാറേ. എന്നോട് ക്ഷമിക്കൂ ശിവ. ലഡു സിംഗ് സാറേ, ഇയാളാണ്, ഈ നിൽക്കുന്ന ആളാണ് മേയറിന്റെ കിഡ്നാപ്പർ. പിന്നെ ഇതാണ് മേയറും. ഇതെന്താണ്? മേയർ സാറ് സ്വയം അയാളെ തന്നെ കിഡ്നാപ്പ് ചെയ്യോ? മേയർ സാറ് സ്വയം കിഡ്നാപ്പായ രീതിയിൽ അഭിനയിച്ചിട്ട് ഗവൺമെന്റിന് 150 രൂപ കോടി കൈക്കലാക്കാനുള്ള ശ്രമമായിരുന്നു. കിഡ്നാപ്പ് ചെയ്തത് ഇദ്ദേഹത്തെ ആരും സംശയിക്കാതിരിക്കാനായിരുന്നു. ശിവേണ്ടല്ലോ, മാസ്ക് ഇട്ട ആളുടെ നിഴലുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന കസേരയുടെ അടുത്ത് വരെ കണ്ടപ്പോൾ അപ്പോഴേ അവന് അറിയാമായിരുന്നു മേയർ തന്നെയാണ് കിഡ്നാപ്പർ എന്ന്. ആ വീഡിയോയില് തറയില് മാസ്ക് കിടക്കുന്നത് ഞാൻ കണ്ടു. സ്വയം സംസാരിച്ച് മുറി മുഴുവനും ചുറ്റിച്ച് ലോസ്റ്റ് ക്യാമറ മേയറിന്റെ അടുത്തേക്ക് വന്നു. കാരണം ആ കസേരയിൽ വീണ്ടും വന്ന് സ്വയം ഇരിക്കാനുള്ള സമയത്തിന് വേണ്ടി. കലക്കി ശിവ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നീ പറഞ്ഞ ഷാഡോ ആംഗിള് ഞാൻ ശരിക്കും ഓർത്ത് വെക്കണം. അപ്പോഴാണ് എനിക്ക് TV ഇന്റർവ്യൂല് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കൂ എങ്ങനെ ഈ സംശയം വന്നു, എന്നിട്ട് എനിക്ക് എങ്ങനെ ഈ മേയറിനെ പിടിക്കാൻ പറ്റിയതാന്ന്.
Watch India's largest kids library only on Jio Hotstar. Download the app now.